മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. ഞങ്ങൾ വയനാട് മാനന്തവാടി സെയിൻറ്റ് മാർട്ടിൻ ഒണ്ടേങ്ങാടി ചേർച്ച് ഇടവക അംഗങ്ങളാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 23 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വയനാട്ടിൽ തന്നെയാണ് ആദ്യം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എനിക്കുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ തന്നു. എന്നിട്ട് 2-3 മാസങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. പിന്നെയാണ് ഹസ്ബൻഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അറിയുന്നത് സ്പേമിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. സ്പേമിൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ സാധാരണ രീതിയിൽ അതിന് ഒരു മരുന്നേ ഉള്ളൂ, അത് ആൻറ്റിബയോട്ടിക് കൊടുക്കുക എന്നുള്ളതാണ്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിയുമ്പോൾ സ്പേമിൻ്റെ ഇൻഫെക്ഷൻ സാധാരണ രീതിയിൽ മാറും, അത് പഴയ രീതിയിലാവും ചെയ്യും. പക്ഷേ ഞങ്ങളുടെ കേസിൽ അങ്ങനെയല്ലായിരുന്നു. ഏകദേശം 1 വർഷത്തോളം മാറിയുള്ള പല ആൻറ്റിബയോട്ടിക്കുകളും ഹസ്ബൻഡ് കഴിച്ചു. പക്ഷേ ഒന്നിലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായില്ല. മാത്രമല്ല മരുന്ന് കഴിക്കുന്ന മാസങ്ങളിൽ ഒന്നുകൂടി വേഴ്സ്റ്റ് ആവുമായിരുന്നു ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഈ സ്പേമിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ അത് ബ്ലൈറ്റഡ് ഓവം അല്ലെങ്കിൽ അൺഎംബ്രിയോണിക് പ്രഗ്നൻസി എന്ന് പറയും. അത് കുഞ്ഞ് ഉണ്ടായത് ഒരു എംബ്രിയോ ആയി മാറാത്തൊരവസ്ഥ, അതിന് ഹാർട്ട് ബീറ്റ് വരാതെയായി, കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞ് അബോർട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് ARMCയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. 2 സൈക്കിൾ ഞങ്ങൾ IUI ഇൻട്രൈൻ ഇൻസെമിനേഷൻ ചെയ്തു. അപ്പോൾ IUI എന്താണെന്ന് നമുക്ക് അറിയാമായിരിക്കും. IUIയിൽ നമ്മുടെ സ്പേമിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പം ഈ ഒന്നില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൽ ഇത് ശരിയാവണം, അല്ലെങ്കിൽ ഈ IUIയിൽ അത് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഇൻഫെക്ഷൻ മാറേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ കേസിൽ ഇതിലൊന്നിലും ശരിയായില്ല. അടുത്ത IVF എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ ഞാനൊരു അഡോറേഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ IUI ചെയ്യാൻ പോകുന്ന ഒരു ദിവസം, അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ അവർ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് അവർ നിന്ന് കണ്ണ് പൂട്ടിയപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എൻ്റെ മുഖമാണെന്ന് പറഞ്ഞു സാറ്. അപ്പോൾ എന്നോട് സാർ അന്ന് ആദ്യമായിട്ട് സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് വിളിച്ച് പറയുന്നത് എന്നോട് പറഞ്ഞു, മിസ്സിനെ മാതാവ് വിളിക്കുന്നുണ്ട്, അപ്പം എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നോ അതിൻ്റെ നിയമങ്ങളോ ഒന്നും അറിയില്ല, കൃപാസനം എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ IUI 2 സൈക്കിൾ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയില്ല. ഞങ്ങൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു, തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ മാർച്ച് 15, 2024 പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഇത്രയും മാസങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രഗ്നൻ്റ് ആവാതിരുന്നിട്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയ ആ മാസം ഒന്നുകൂടി ഞങ്ങൾ സെമൻ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ആ മാസത്തെയും കൗണ്ട് വളരെ ലോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ IVF ചെയ്യാനായിട്ട് സബൈൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഡേറ്റ് വരെ ബുക്ക് ചെയ്ത ദിവസത്തിന് തലേന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. എൻ്റെ ആദ്യത്തെ സ്കാനിങ് മുതൽ 9 മാസം വരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയി. എന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയായിരുന്നു കുടിക്കുക. എന്ന് ഞാൻ തൈലം എൻ്റെ വയറ്റിൽ പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഇതൊരു മുമ്പത്തെ പ്രഗ്നൻസി അബോർഷൻ ആയതുകൊണ്ട് തന്നെ 3-ാം മാസത്തെ ഡൗൺ സിൻഡ്രോം ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. കുഞ്ഞാക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ടെസ്റ്റ് ചെയ്തു. അനാമലി സ്കാനിങ്ങിലൊന്നും കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നവംബർ 15, 2024 ഞാൻ ഈ ആൺകുഞ്ഞിന് ഞാൻ പ്രസവിച്ചു. ആദ്യത്തെ ദിവസം ജനിച്ച പാട് കുഞ്ഞിന് ഒരു കുഴപ്പങ്ങളില്ലായിരുന്നു, ഹെൽത്തി ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു. അവൻ ജനിച്ച പാട് കരഞ്ഞു, പാല് കുടിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനൊരു ജേർക്കിംഗ് മൂവ്മെൻറ്റ് പോലെ കണ്ടു. പെട്ടെന്ന് ഇത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. സിസ്റ്റർ വേഗം കുഞ്ഞുവാവേനെ NICUവിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. NICUവിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അറിഞ്ഞ ഡോക്ടർ കുഞ്ഞുവാവയ്ക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു ഇനി അപസ്മാരം വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 3 മാസം മരുന്ന് കൊടുത്താൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് തുടരെ NICUന്ന് കുഞ്ഞാവയ്ക്ക് അപസ്മാരം വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലാക്കി സെഡേറ്റ് ചെയ്തിട്ട് കോഴിക്കോട്
മിംസിലേക്ക് ഞങ്ങൾ വിട്ടു. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ജസ്റ്റ് ഒരു ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു. കൊണ്ടുപോയി കുഞ്ഞുവാവേനെ പിറ്റേ ദിവസം ഞാൻ കാണുന്നത് മൂക്കിലും വായിലും ഒക്കെ ട്യൂബ് ഇട്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ച് ആംബുലൻസിലാണ് വയനാട്ടിൽ നിന്ന് കുഞ്ഞുവാവനെ കോഴിക്കോടേക്ക് കൊണ്ടുവന്നത്. വെൻറ്റിലേറ്ററിലാക്കി. ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററിലാവുക, സീഷർ വരിക എന്ന് പറയുന്നത് ഒന്നും നല്ല കാര്യമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞുവാവയ്ക്ക് 1, 2 അല്ല 4 തരം അപസ്മാര മരുന്നുകളും മറ്റ് വൈറ്റമിൻ മരുന്നുകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. പോയപാടെ MRI എടുത്തു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ MRI നോർമലല്ല, MRIയിൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ പല പല ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ കുഞ്ഞിന് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ആണോ എന്ന് നോക്കണം. അതിനൊരു മെറ്റബോളിക് സ്ക്രീനിങ് ആദ്യം ചെയ്യണം. അപ്പോൾ മെറ്റബോളിക് ടെസ്റ്റ് മിംസിലില്ല. നമ്മൾ അവിടുന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക. അത് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ 7 ദിവസം ഞങ്ങളോട് അവർ ഒരു ഹോപ്പും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അത്ര ദിവസം ആയിട്ടേ ഉള്ളൂ. എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ട്, മെൻ്റലി ഉള്ള സ്ട്രെസ് ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് കരഞ്ഞു, എനിക്കിപ്പം മാതാവിൻ്റെ അടുത്ത് പോകണം, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രസവം കഴിഞ്ഞ് 3-4 ദിവസം ആയതുകൊണ്ട് എന്നെ ആരും വിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ, അവളന്ന് 8 മാസം ഗർഭിണിയാണ്, വയറാണ്. എന്നിട്ടും കോഴിക്കോട് നിന്ന് ആലപ്പുഴ വരെ അവർ രണ്ടുപേരും വന്നു. ഉടമ്പടി പുതുക്കി കുഞ്ഞുവാവിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് അച്ഛനെ കാണിച്ചു. അച്ഛൻ മാതാവിൻ്റെ ഈശോൻ്റെ രൂപത്തിൽ കുഞ്ഞുവാവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച് സൈറ്റ് പൂശി പ്രാർത്ഥിച്ച് അവർ തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ കുഞ്ഞുവാവയ്ക്ക് ചെയ്ത ടെസ്റ്റുകളൊക്കെ നോർമൽ ആവാൻ തുടങ്ങിയപ്പോൾ അവർ 24 hours EG എടുത്തായിരുന്നു കുഞ്ഞിൻ്റെ. എന്നിട്ട് പറഞ്ഞത് കുഞ്ഞിൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് സീഷേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ഇപ്പം 3 വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത്രയും ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ സീഷർ വരാതെ നോക്കേണ്ട അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഇത് മിഡാസോളം എന്ന് പറയുന്ന ഒരു മരുന്ന് 24 hours കുഞ്ഞിൻ്റെ ബോഡിയിൽ കയറിക്കൊണ്ടിരുന്നത്. 1 മിനിറ്റ് പോലും തെറ്റാതെ 24 hours മിഡാസോളും പിന്നെ വേറെ പല പല ഇഞ്ചക്ഷനുകളും പോയിട്ടും കുറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ മിഡാസോളത്തിൻ്റെ ഒരു റേഞ്ച് 6 വരെ മിംസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു കുഞ്ഞിനും കൊടുത്തിട്ടില്ല. 3 ഡോസ് വരെ കൊടുക്കുമ്പോഴത്തേനും സാധാരണ രീതിയിൽ അപസ്മാരം കെട്ടടങ്ങേണ്ടതാണ്. പക്ഷേ കുഞ്ഞുവാവയ്ക്ക് 6 ഡോസ് വരെ പോയിട്ടും അത് കെട്ടടങ്ങിയില്ല. പക്ഷേ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം കുഞ്ഞുവാവൻ്റെ മെറ്റബോളിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. അത് നോർമലായിരുന്നു. കുഞ്ഞിൻ്റെ അപസ്മാരം കുറയാത്തതുകൊണ്ട് തന്നെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സെക്കൻഡ് MRI സജസ്റ്റ് ചെയ്തു. സെക്കൻഡ് MRI അവരെടുത്തത് എത്രത്തോളം കുഞ്ഞിൻ്റെ അസുഖം വഷളായിട്ടുണ്ടെന്ന് നോക്കാനായിരുന്നു. പക്ഷെ അവർ കൃപാസനത്തിൽ വന്ന ദിവസമാണ് സെക്കൻഡ് MRI എടുത്തത്. അത് പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിൻ്റെ MRIയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു. പിന്നീട് അങ്ങോട്ട് ചെയ്ത എല്ലാ ടെസ്റ്റുകളിലും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി NICUവിലേക്കാക്കി. അവൻ പാല് ട്യൂബിൽ കൂടെ കൊടുക്കുന്നത് സക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പാല് കുടിച്ചു. 7 ദിവസം NICUവിലായിരുന്നു. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം അവൻ 6 മാസം പ്രായമാകുമ്പോൾ ഈ 6 മാസം വരെ പിന്നീട് ഒരിക്കലും അവന് സീഷ്യസ് വന്നിട്ടില്ല. മിനിമം 1 വയസ്സ് വരെ ഇത് വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കണമെന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നും അവന് കൃത്യമായിട്ട് മരുന്നുകൾ 6 മണിന്നൊരു സമയം രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ 6 മണിക്കുള്ള മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്നും ഞാൻ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും വലിയ കാര്യമായിട്ട് ആദ്യം ഞാൻ അവൻ്റെ നെറ്റിയിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുകയും തൈലം അവൻ്റെ തലയിൽ പൂശിയിട്ട് അവൻ്റെ ബ്രെയിനിന് ഡെവലപ്മെൻറ്റ് ഏറ്റവും കൃത്യമായ രീതിയിലാവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ മാസം അവൻ്റെ EG റിപ്പീറ്റ് ചെയ്തു. EG റിപ്പീറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് EG റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമലാണ്. ഒരിക്കലും ജന്മന അപസ്മാരം വന്ന ഒരു കുഞ്ഞിൻ്റെ EG റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമൽ ആവില്ല, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. പക്ഷേ ഡോക്ടർ പറയുന്നത് മേ ബി ഇറ്റ് ഈസ് ഡ്യൂ ടു സം ഇൻഫെക്ഷൻ. പക്ഷേ അന്ന് അവൻ ഇൻഫെക്ഷനൊക്കെ ടെസ്റ്റ് ചെയ്തതാണ്, ഇൻഫെക്ഷനൊന്നും കുഞ്ഞിനില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പറയണത് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വന്നതായിരിക്കാം. ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിന് പിന്നെയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയത് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനുള്ള ഒരു ഉത്തരമായിട്ട് എനിക്ക് തന്നെ കിട്ടിയത്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു ചേച്ചി
ഒരു കുഞ്ഞുവാവേനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുവാവേൻ്റെ മൂക്കിൽ കൂടെ എന്തൊക്കെയോ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ചിന്തിച്ചത്, ഈ കുഞ്ഞിവിടെ വന്ന് രക്ഷപ്പെടുമായിരിക്കുമോ, ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മാതാവിന് പറ്റുമായിരിക്കുമോ എന്നായിരുന്നു ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ചിന്തിച്ച്. ചിലപ്പോൾ എന്ത് വന്നാലും മാതാവിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എന്നെ കാണിച്ചു തരാനായിരിക്കും എൻ്റെ കുഞ്ഞിനെ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്ക് തിരിച്ചു തന്നതിന്, കുഞ്ഞിന് തന്നതിന് മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ എന്നും തന്നെ മാതാവിൻ്റെ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടലും ചെയ്യാറുണ്ട്. മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് കാണുകയും അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചകളിൽ കൂടിയും സ്റ്റേറ്റസ് ഇടലും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു എൻ്റെ സ്കൂളിലെ മിസ്സ് വർക്ക് ചെയ്യുന്ന അവിടെ അവർ ആശുപത്രിയിൽ രോഗികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ആഴ്ചകളോളം ഞാൻ പൈസ കൊടുക്കാറുണ്ടായിരുന്നു. അതല്ലാതെ രോഗികൾക്ക് ചികിത്സാ സഹായമാണ് അധികമായിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. ആത്മീയമായിട്ടുള്ള വളർച്ച, ബൈബിൾ വായന, പുതിയ നിയമം പൂർത്തിയായിട്ട് വായിക്കാനും പഴയ നിയമം ഏകദേശം പകുതി വരെ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ജപമാല ചൊല്ലാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ. ഇതല്ലാതെ എൻ്റെ അനിയത്തി UK അവൾക്ക് ജോലി കിട്ടാതെ ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ടു. അവളെ കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾ പഠിച്ച ഒരു കോഴ്സിൻ്റെ തന്നെ നല്ലൊരു ജോലി ലഭിക്കുകയും അവളുടെ മുട്ടിന് വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുട്ടിൽ മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ മുട്ടിൻ്റെ വേദന മാറുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. തങ്ങൾക്കൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച റിയ അജേഷ് 2 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ ലഭിക്കുകയും അതിലൂടെ കടന്നുപോയ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കടന്നുപോയ എല്ലാ മെഡിക്കൽ പ്രോസസ്സിനെ കുറിച്ചും നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരു കൊച്ചു കുഞ്ഞിനെ 6 മാസം പ്രായമാകുന്നതിന് മുൻപ് തന്നെ എന്തുമാത്രം മെഡിക്കേഷൻസ്, കുഞ്ഞിൻ്റെ ആയുസ്സിനേക്കാൾ കൂടുതൽ വളരെയധികം മെഡിസിനും ട്രീറ്റ്മെൻറ്റും കുഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞു. എങ്കിലും റിയയുടെ ആ ഒരു സംശയം ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ താൻ കണ്ട ഒരു കുഞ്ഞ് രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് മാതാവ് കൊടുത്ത ഉത്തരമാണെന്ന് റിയ തന്നെ നമ്മളോട് സാക്ഷ്യത്തിൽ ഏറ്റു പറയുന്നു. അസാധ്യങ്ങളുടെ സാധ്യതകളാണ് നമ്മൾ കൃപാസനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ആദ്യമായി തൻ്റെ മകനോടൊരു അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞത് കാനായിലെ വിവാഹത്തിൽ വെച്ചാണ്. മകനെ ഇവർക്ക് വീഞ്ഞില്ല. നമ്മുടെ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ജോസഫ് അച്ഛൻ നമുക്ക് നിർദ്ദേശിച്ചു തന്നിരിക്കുന്ന 6 നിയോഗങ്ങൾ 6 കൽഭരണികളാണ്. 6 കൽഭരണികളും വെള്ളം നിറച്ച കൽഭരണികൾ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുന്ന വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയാജേഷിൻ്റെ ജീവിതത്തിലും വലിയ ഒരു ജീവിത സാക്ഷ്യമാണ് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തനിക്കൊരു വേദനയുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള വലിയ കൃപ റിയയ്ക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി തൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിരിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടിയുള്ള ഒരു സാക്ഷ്യമായി നിത്യതയോളം ചെന്നെത്തുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നൽകിക്കൊണ്ട് കൈയടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് പ്രശംസിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.